നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോൺഗ്രസ്സുകാർ വീണ്ടും തെരുവിലിറങ്ങാൻ തുടങ്ങിയ വാർത്തകൾ കണ്ടു, ദൃശ്യങ്ങളും കണ്ടു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട് നാഷണൽ ഹെറാൾഡ് കേസിലെ കുറ്റപത്രമാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ നിലവിളി അയ്യോ ഇ വേട്ടയാടുന്നു, നരേന്ദ്രമോദി കൊല്ലാൻ വരുന്നു എന്നൊക്കെയാണ്. ഈ സന്ദേശം സിനിമയിൽ മാമുക്കോയുടെ കഥാപാത്രമുണ്ട്, പൊതുവാൾജി. ആ പൊതുവാൾജി പറയുന്നത് പോലെ എന്ത് വില കൊടുത്തും നിങ്ങൾ നേതാവിനെ സംരക്ഷിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്താ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് യഥാർത്ഥ വസ്തുതകൾ? ഈ കേസ് തുടങ്ങുന്നത് 2012-ലാണ്. 2012 നവംബർ 1 ഡൽഹി കോടതിയിൽ BJP നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതിയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന കാലമല്ല, കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്നത്. അതായത് നരേന്ദ്രമോദി അന്ന് ഡൽഹി രാഷ്ട്രീയത്തിലില്ല, അന്ന് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൃത്രിമം കാണിച്ചുകൊണ്ട് നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതി. ആ പരാതി പ്രകാരം ഈ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെ യങ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വാങ്ങുന്നു. അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി രൂപ പലിശരഹിത വായ്പയായിട്ട് കൊടുത്തു. അത് പിന്നെ കടമായിട്ട് ഈ കടം 50 ലക്ഷം രൂപയ്ക്ക് സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഇതിലൂടെ ഏതാണ്ട് 2000 കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ 2000 കോടി രൂപ മൂല്യം വരുന്ന AGLൻ്റെ സ്വത്തുക്കൾ യങ് ഇന്ത്യ എന്നുള്ള സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തി. യങ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സ്വകാര്യ സ്ഥാപനമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വായ്പ നൽകാനും അതിനുള്ള അനുവാദമില്ല. രാഷ്ട്രീയ പാർട്ടികൾ 90 കോടി, കോൺഗ്രസ് 90 കോടി AGLന് കൊടുത്തു. കോൺഗ്രസ്സിന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം ജനപ്രാതിനിധ്യ നിയമത്തിനും ആദായ നികുതി ചട്ടങ്ങൾക്കും എതിരായിട്ടാണ്. ഞാൻ ഇതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 13 വർഷത്തിനിടെ ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ വഴി കേസിൻ്റെ എല്ലാ നിയമസാധ്യതകളും അത് തേടാൻ ഈ നെഹ്റു കുടുംബത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അവർ വിചാരണ കോടതി മുതൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ കോൺഗ്രസ് അവരുടെ ഏറ്റവും നല്ല അഭിഭാഷകരെ വെച്ച് ഈ കേസ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. പക്ഷേ കോടതികളത് അനുവദിച്ചില്ല. ഇപ്പോൾ പറയുന്ന ഈ നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രതികാരം വീട്ടുന്നു. ഈ രാജ്യത്തെ കോടതികൾ മുഴുവൻ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നിലപാടുകൾക്കെതിരായിട്ട് നിൽക്കുന്നത് എങ്ങനെയാ രാഷ്ട്രീയ പ്രതികാരം എന്ന് പറയുന്നത്? കോടതി രാഷ്ട്രീയ പ്രതികാരം കാണിക്കുന്നു എന്നാണ്. 2015 സമൻസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നൽകിയ ഹർജി അത് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കാരണം ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് യങ് ഇന്ത്യൻ ഈ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ സ്വന്തമാക്കിയത് ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നടപടി നിർത്തിവെക്കാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വീണ്ടും 2016 സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു പ്രതികൾ നേരിട്ട് ഹാജരാകണം എന്ന് നിർദ്ദേശിക്കുന്നില്ല, പക്ഷേ കേസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യം കോടതി നിഷേധിച്ചു. കാരണം കോടതി പറഞ്ഞു നിയമ നടപടികൾ തടസ്സപ്പെടുത്തരുത്, വിചാരണ തുടരാം. അപ്പോൾ 2011-12 സാമ്പത്തിക വർഷത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമർപ്പിച്ച നികുതി കണക്കുകൾ അത് വീണ്ടും പരിശോധിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു. കാരണം AGL ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും മറച്ചുവെച്ചു എന്നുള്ള സംശയമുണ്ടായി. അതും തടസ്സവാദം ഉന്നയിച്ചു, അംഗീകരിക്കപ്പെട്ടില്ല.
ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇഡിക്കെതിരായിട്ടും നെഹ്റു കുടുംബം ഡൽഹി ഹൈക്കോടതിയിൽ പോയി. പക്ഷേ 2018 സെപ്റ്റംബർ 10 ഡൽഹി ഹൈക്കോടതി ആ ഹർജികൾ തള്ളി. വരുമാനത്തിൻ്റെ മറവിൽ കൃത്രിമം കണ്ടെത്തിയാൽ നികുതി വകുപ്പിന് അത് അവലോകനം നടത്താനുള്ള അധികാരമുണ്ട് എന്ന് കോടതി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുന്നിലാണ്. പക്ഷേ കോടതികൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ പരാതികൾ, ഈ പരാതികളിൽ ഒരു വസ്തുതയുമില്ല എന്ന് മാത്രമല്ല, ഈ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ, അത് ഇൻകം ടാക്സ് ഉണ്ട്, അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, ഇവരൊക്കെ ഈ അന്വേഷണം നടത്തുന്നത് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് എന്ന് കോടതികൾ കൃത്യമായിട്ട് പറഞ്ഞു. കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇറങ്ങുന്നത്, കോൺഗ്രസ് നമ്മളെല്ലാവരും കാണുന്നത് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യ ദീർഘകാലമായിട്ട് 7 പതിറ്റാണ്ടായിട്ട് ഭരിച്ചിരുന്ന പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് ആത്യന്തികമായിട്ട് ഒരു കുടുംബ സ്വത്താണ്, കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്ത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, നെഹ്റു കുടുംബത്തിലെ ആരാണെങ്കിലും അവർക്ക് ഈ രാജ്യത്തെ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. കോൺഗ്രസിൻ്റെ ബാക്കി എല്ലാവർക്കും പൊതുവായിട്ട് ബാധകമാകുന്ന നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല. അതുകൊണ്ട് ഒരു സ്വകാര്യ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ ആണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിനെ കൈകാര്യം ചെയ്തത്. കോൺഗ്രസ്സുകാരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർ കാണുന്നത്, ഞങ്ങളുടെ മുതലാളിക്കെതിരായിട്ട് നിയമം വരുമ്പോൾ, നിയമപരമായിട്ട് നടപടിയെടുക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടനെ രംഗത്തിറങ്ങും. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ഇനി വീണ വിജയനാണെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയാൽ രാജ്യത്തെ നിയമപ്രകാരം നടപടി നേരിടേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിൻ്റെ മുതലാളിയാണ്. സത്യത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെ മുതലാളിമാരാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ മുതലാളിമാരായതുകൊണ്ട് അതിൽ ബാക്കിയുള്ള ആളുകൾക്ക് അവരൊരിക്കലും ഇവർക്ക് തുല്യരല്ല. അതുകൊണ്ട് അവർ പറയുന്നത് നിയമമാണ്, രാജ്യത്തെ നിയമങ്ങൾക്ക് പോലും അതീതരാണിവർ എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ്സുകാർ ഇപ്പോൾ തെരുവിലിറങ്ങുന്നതിനുള്ള കാരണം. അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പാടില്ല, അവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടികൾ എടുക്കാൻ പാടില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജയിലിൽ പോകേണ്ടി വരും, പിഴയൊടുക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വാസ്തവത്തിൽ പ്രതിഷേധിക്കേണ്ടത് ED ഓഫീസിൻ്റെ മുന്നിലല്ല, പകരം കോൺഗ്രസിനെ സ്വകാര്യ സ്വത്തായിട്ട് കൈകാര്യം ചെയ്യുന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വീടുകൾക്ക് മുന്നിലാണ്. ഈ രാജ്യത്തെ നിയമം പാലിക്കാൻ, നിയമം അനുസരിക്കാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ചുമതലയുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും തിരിച്ചറിയും.